കനത്ത മഴയെ തുടർന്ന് കർണാടകയിലെ അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കക്കോടി സ്വദേശി അർജുൻ അടക്കം 15ഓളം പേരാണ് 4 ദിവസമായി മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ റിംഗ് ചെയ്ത അർജുന്റെ ഫോൺ നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. തെരച്ചിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അരുൺ പൂപ്പറമ്പ്, വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോഴും ആ ദൗത്യത്തിന് മുന്നിലുണ്ട്. അതിനിടയിലും പ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് ഒരു ശുഭവാർത്ത. GPS-ൽ നിന്നുള്ള വിവരങ്ങൾ, കുടുംബം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്ന, കൈമാറിയിരിക്കുന്ന വിവരങ്ങൾ, അതൊക്കെ പ്രതീക്ഷ നൽകുന്നുണ്ട്. തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ആ തെരച്ചിലിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? രക്ഷാദൗത്യം ഏത് ഘട്ടത്തിലാണ്? അരുൺ പൂപ്പറമ്പ്. അറീജിത്ത്, ഒരു ഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നമ്മൾ നിരന്തരമായി വാർത്ത നൽകി, അതായത് ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമല്ല എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുൾപ്പെടെ കടുത്ത സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വീണ്ടും പോലീസിന് കർശനമായിട്ടുള്ള നിർദ്ദേശം അല്പസമയം മുമ്പ് നൽകുകയും നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ അർജുൻ കുടുങ്ങിയിരിക്കുന്നു എന്ന് കരുതുന്ന ആ വശത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ JCB ഉപയോഗിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നത്. കൂടുതൽ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ കൂടി കൂടുതൽ തൊഴിലാളികളെ അല്പസമയം മുമ്പ് അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് പ്രാദേശികമായിട്ട് ലഭിക്കുന്ന വിവരം. അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ നേവിയുടെ സംഘം ഉൾപ്പെടെ അങ്ങോട്ട് എത്തിച്ചേരും. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമായി ഉടൻ തന്നെ എത്തിച്ചേരും എന്നതാണ് പറയുന്നത്. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ അത് ഇതിന് തിരിച്ചടി, ഈ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ JCB-യും അതോടൊപ്പം തന്നെ ആൾക്കാർ, ഈ രക്ഷാപ്രവർത്തകരും ചേർന്ന് ഈ മണ്ണ് നീക്കം ചെയ്താൽ എത്ര തന്നെ ശ്രമിച്ചാലും ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ല, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് അതിന് ബുദ്ധിമുട്ടുണ്ട്, പരിമിതിയുണ്ട് എന്നതാണ് അവിടുന്ന് പ്രാദേശികമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇത് നീക്കം ചെയ്യുന്നതിനും ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അതിന് നടപടികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇത് നേരിട്ട് ഏകോപിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ മറ്റൊരു കാര്യം എന്നുള്ളത്, ഇത് ദേശീയപാതയിലെ മണ്ണല്ല. ആ മണ്ണ് ഏകദേശം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ആ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആ മണ്ണ് നീക്കം ചെയ്ത് അത് ചെളി മാത്രമാണ് ഇനി നീക്കം ചെയ്യാനുള്ളത്. അതിന് വലതുവശത്തുള്ള വലിയ മൺകൂനയാണ്. കുന്ന് തന്നെ ഇങ്ങനെ ഇടിഞ്ഞ് ഒരു വശത്തേക്ക് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രാദേശികമായി നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഇതിന് മുകളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വീണ്ടും ഈ വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ മണ്ണും ഈ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചളി നിറഞ്ഞ മണ്ണ് കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ ചളി കട്ടപ്പിടിച്ച് അവിടെ നിൽക്കുകയാണ്. ഇത് ഇനി എത്രത്തോളം വേഗത്തിൽ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നോക്കേണ്ടത്. മറ്റൊരു സാധ്യത കൂടിയുള്ളത്, ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോഴല്ല ഈ മണ്ണിടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീണത് എന്ന ഒരു നിഗമനത്തിൽ എന്തായാലും എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ റോഡരികിൽ നിർത്തിയിട്ട് വിശ്രമിക്കുന്ന സമയത്താണ് ഈ പെട്ടെന്ന് അപകടമുണ്ടായത്. അങ്ങനെ വിശ്രമിച്ചവരുടെ മുകളിലേക്കാണ്, ആ വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. നേരത്തെ കണ്ടെത്തിയ മൃതദേഹങ്ങളും ആ തരത്തിൽ തന്നെയായിരുന്നു. ഒരു കുടുംബത്തിൽ 5 പേർ, അതോടൊപ്പം തന്നെ ഒരു ടാങ്കർ ലോറി, 2 ബൈക്കുകൾ. ഈ രീതിയിൽ 12 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവരെല്ലാം അവിടെ വിശ്രമിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അർജുനും ഈ വാഹനം നിർത്തിയിട്ട് അവിടെ ഈ രാവിലെ സമയത്ത് ഒരുപക്ഷെ ഉറങ്ങുകയോ അല്ലെങ്കിൽ വിശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ആ സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 12 പേരിൽ 4 പേരുടെ മൃതദേഹം ലഭിച്ചത് ഈ പുഴയിൽ നിന്നാണ്. അത്തരത്തിൽ ഇതിൽ അകപ്പെട്ടിട്ടുള്ള കൂടുതൽ പേർ ഈ പുഴയിലേക്ക്, അപകടത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന സാധ്യത എന്തായാലും അവർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് ഈ നേവിയുടെ സഹായം ഉൾപ്പെടെ തേടിയിട്ടുള്ളത്. കനത്ത മഴയും പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുള്ളത്. അതുകൊണ്ട് നിലവിൽ അവിടുത്തെ സംവിധാനം വെച്ച് പുഴയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെരച്ചിൽ നടത്താനോ സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ നേവിയുടെ ഉൾപ്പെടെ സഹായം തേടിയിട്ടുള്ളത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ ഇതിൽ ഇടപെടൽ തുടർന്ന്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെയാണ് ഈ തെരച്ചിൽ പുനരാരംഭിച്ചത്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം കാര്യമായി മുന്നോട്ട് പോകൂ. അത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണം എന്നുള്ള ആവശ്യം കർണാടകയ്ക്ക് മുമ്പിൽ കേരളം വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അടക്കം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്.